ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. നേരത്തെ ഞാൻ 75 കിലോ ഉണ്ടായിരുന്നതാണ്, എന്നിട്ട് 62 ആയിരുന്നു. ഒരു 3 മാസത്തെ ഡയറ്റിലായിരുന്നു കേട്ടോ ആ ഒരു ചേഞ്ച് ഉണ്ടായത്. അതിനുശേഷം ഈ ഒരു 1 മന്ത് കൊണ്ട് തന്നെ ഒരു 65.75 ആയിട്ടുണ്ട് കേട്ടോ. 2-3 കിലോ കൂടിയിട്ടുണ്ട്. രാവിലെ എണീറ്റ് ഫ്രഷ് ആയതും വെയിറ്റൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെയിറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം വെള്ളം കുടിച്ചിരുന്നു. വെള്ളം കുടിച്ചതിന് ശേഷമാണ് ഈ സ്മൂത്തി ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. സ്മൂത്തിക്കായിട്ട് 1 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ് അതിലിടുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഫ്ലെക്സ് സീഡ് ഇടണം. ഫ്ലെക്സീഡും ചിയാ സീഡും എന്തായാലും നിർബന്ധമാണ് കേട്ടോ, അതിടണം. ഫൈബറിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം കൊക്കോ പൗഡർ ഞാൻ ആഡ് ചെയ്യുന്നു കേട്ടോ. എനിക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നു. ഇല്ല വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് സ്റ്റീൽ കട്ട് ഓട്സ് 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റീൽ കട്ട് ഓട്സ് തന്നെ എന്തായാലും വേണം, നിർബന്ധമാണ്. ഞാൻ ട്രൂ എലിമെൻസിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പീനട്ട് വന്നിട്ട് 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ മീഡിയം സൈസിലുള്ള നമ്മുടെ റോബസ്റ്റ് പഴമില്ല, അത് പഴുത്തത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് വേറെ ഷുഗറായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല അതിൽ. വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ കൂടുതലും സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഒഴിവാക്കണം. പഞ്ചസാര അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു പഴത്തിലുള്ള സ്വീറ്റ്നെസ്സേ മതി കേട്ടോ. പിന്നെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുന്ന റീസൺ വന്നിട്ട് അരച്ച് വരുന്ന സമയത്ത് അത് നല്ല തിക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് കുടിക്കാൻ കുറച്ച് രസം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. സ്മൂത്തിയൊക്കെ കുടിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ അരിയൊക്കെ കഴുകി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ചോറ് വയ്ക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ ഹസ്ബൻഡ് ഫ്രണ്ട് മുരിങ്ങക്കോൽ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുരിങ്ങക്കായ വെച്ചിട്ട് നമുക്ക് ഒരു കൂട്ട് പോലെ ഉണ്ടാക്കാമെന്നായിരുന്നു പ്ലാന്. പിന്നെ സോയാബീൻസ് വെച്ചിട്ട് മസാല ഉണ്ടാക്കാമെന്നായിരുന്നു കേട്ടോ, നമുക്ക് ഫുഡിന് ചേർത്ത് കഴിക്കാനായിട്ട്. പിന്നെ ക്യാബേജ് എടുത്തിട്ടുണ്ട് ഉപ്പേരി വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമുക്ക് ലഞ്ചായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര വെജിറ്റബിൾസൊക്കെ ഇട്ട് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ബാലൻസ്ഡ് മീലായിട്ട് എപ്പോഴും കഴിക്കേണ്ടത് കേട്ടോ. ഞാൻ ഡയറ്റിലിരിക്കുന്ന സമയത്ത് വൈറ്റ് റൈസ് അങ്ങനെ ഒഴിവാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു 4 ദിവസം വൈറ്റ് റൈസ് കഴിക്കുകയാണെങ്കിൽ 2 ദിവസം ഞാൻ ഗോതമ്പായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് ചോറിന് പകരമായിട്ട്. അത് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ട് നമ്മൾ വേവിച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ചോറ് പോലെ തന്നെ നോർമലി ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ട് കഴിക്കായിരുന്നു. പിന്നെ ചോറിലും ഗോതമ്പിനും കമ്പയർ ചെയ്യുമ്പോൾ വലുതായിട്ട് അങ്ങനെ കാലറി ഡിഫറൻസ് ഒന്നും വരുന്നില്ല കേട്ടോ. ഏകദേശം രണ്ടിനും സെയിം അളവിൽ തന്നെ കാലറി വരുന്നുണ്ട്. പക്ഷേ ഗോതമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈബർ കൂടുതലായിരിക്കും. വൈറ്റ് റൈസിന് ഫൈബറൊന്നും ഉണ്ടാവില്ല, കാപ്സ് മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. നേരത്തെ സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിരുന്നല്ലോ സ്റ്റീൽ കട്ട് ഓട്സ് നിർബന്ധമാണെന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഓട്സ് എന്ന് പറയുമ്പോൾ പ്രോസസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി നമുക്കതിൻ്റെ ഫൈബറൊന്നും ലോസ് ആവാതെ തന്നെ കിട്ടും സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ അതെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതേപോലെ തന്നെ ഈ സ്റ്റീൽ കട്ട് ഓട്സ് ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 1 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഓവർനൈറ്റൊക്കെ സോക്ക് ചെയ്തിട്ട് അതൊന്ന് ആ വെള്ളമൊക്കെ കഴുകിക്കളഞ്ഞിട്ട് നമ്മൾ അരിയൊക്കെ കഴുകില്ല അതുപോലെ കഴുകിയിട്ട് അത് യൂസ് ചെയ്യാം. പിന്നെ ചിയാ സീഡും അതുപോലെ തന്നെ ആദ്യമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം അതിലേക്ക് ഇടാൻ കേട്ടോ. പിന്നെ എനിക്ക് അത് കഴിച്ച ശീലം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഡയറക്റ്റ് തന്നെ അങ്ങനെ ഇട്ടിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കുടിക്കുകയാണ് കേട്ടോ. ചിലവർക്കത് വയറിൽ ചേരുന്നുണ്ടാവില്ല, ഇറിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് വേണം കുടിക്കാനായിട്ട്. പിന്നെ ബനാന ആഡ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ടും പിന്നെ ഫൈബറിന് വേണ്ടിയിട്ടുമാണ്. പിന്നെ കാപ്സ് കൂടുതൽ തന്നെയാണ് പഴത്തിൽ എന്തായാലും. കാപ്സ് ഇപ്പോൾ പഴത്തിന് പകരം വന്നിട്ട് ഡേറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഡേറ്റ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പഴം അതിൽ നിന്ന് ഒഴിവാക്കാം. ഞാൻ പിന്നൊരു ദിവസം അതേപോലെ തന്നെ ബനാന ഒഴിവാക്കിയിട്ട് ഡേറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ള സ്മൂത്തി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കൂടുതലും ഡേറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സ്റ്റേജിലെത്തിയപ്പോൾ ഞാൻ പഴം മെല്ലെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ എല്ലാവർക്കും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ലോണം ക്രേവിങ്സ് ഉണ്ടാവും കേട്ടോ. എനിക്കും നല്ലോണം ക്രേവിങ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഫ്രൂട്ട്സാണ് കഴിക്കാറ് കേട്ടോ. പിന്നെ അതുപോലെ ആപ്പിളും ബാക്കിയുള്ള തണ്ണിമത്തനാണ് കൂടുതലും കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്യാരറ്റ് കഴിക്കും. അതായിരുന്നു ഞാൻ ക്രേവിങ്സ് വരുമ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കൂടുതലും സ്വീറ്റ് ക്രേവിങ്സ് ആയിരിക്കും എനിക്ക് വരുന്നത് കേട്ടോ. അങ്ങനെ സോൾട്ടി ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കാനൊന്നും തോന്നുന്നുണ്ടാവില്ല. പിന്നെ ഇതാകുമ്പോൾ പിന്നെ നാച്ചുറൽ ഷുഗർ ആയതുകൊണ്ട് നമുക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നമുക്ക് കഴിക്കാം ധൈര്യമായിട്ട്. അതേപോലെ തന്നെ ഈ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച്
ട്രൈ ചെയ്യണമെന്നുണ്ടവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്തോളൂ. 100% റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. എനിക്കെന്തായാലും അതിൽ നിന്ന് നല്ലോണം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇതിൽ റിസൾട്ട് കിട്ടും. പിന്നെ നോർമലി നമ്മളിതിൽ വേറെ എക്സ്ട്രാ ഫുഡും എക്സ്പെൻസീവ് ഫുഡൊന്നും ആഡ് ചെയ്യുന്നില്ല. വീട്ടിൽ ഡെയിലി ഉണ്ടാക്കുന്ന ഫുഡ് കറക്റ്റായിട്ട് ബാലൻസ്ഡ് ആയിട്ട് കഴിച്ചാൽ മാത്രം മതി. വെയിറ്റ് ലോസ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും കേട്ടോ. ലഞ്ചിന് കഴിക്കാനായിട്ടുള്ള ഫുഡ്സ് ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സോയാബീൻസിൻ്റെ ആ ഒരു മസാല ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. ഓൾറെഡി നമുക്ക് മുരിങ്ങക്കായ അതൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സോയാബീൻസിന് ആവശ്യമുള്ള മസാല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ ഒരു സോയാബീൻസും ഇട്ട് നല്ല മിക്സായിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഫുഡ് റെഡിയായി. ഇവിടെ വേറെ ഒന്നും എടുക്കുന്നില്ല. ഈ കാണിച്ചിട്ടുള്ള ആ ഒരു ഫുഡ് മാത്രം ഞാൻ ആ ഒരു ലഞ്ചിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഫുഡ് റെഡി ആയതിനു ശേഷം ഞാനും കുട്ടിയും കൂടി ഒന്നിച്ചിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത്. അപ്പോൾ അവനും ഞാൻ കഴിക്കുന്ന സെയിം ഫുഡ് തന്നെയാണ് അവനും കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എൻ്റെ പ്ലേറ്റിലാണെങ്കിൽ കാപ്സും അതേപോലെ തന്നെ ഫൈബറും പ്രോട്ടീനും ഫാറ്റും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് ഇപ്പോൾ ഞാൻ നോർമൽ തൈര് വെച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ പ്രോബയോട്ടിക്കിന് വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് തൈര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്ന സമയം തന്നെ ആ ഒരു ഗ്യാപ്പിൽ തന്നെ രാത്രിക്ക് സാലഡിനായിട്ടുള്ള ഗ്രീൻ പീസും വൈറ്റ് കടലയും കൂടിയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിന് ശേഷം വൈകുന്നേരം അതെടുത്തിട്ടൊരു 6:30 സമയത്ത് തന്നെ അത് വേവിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വിസിലിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തിട്ട് അതിനോട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് ക്യാബേജും ക്യാരറ്റും ഉള്ളിയും മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടൊരു സാലഡ് പോലെ ഉണ്ടാക്കി അതിൽ ഉപ്പും മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഉണ്ടാക്കിയതിന് ശേഷം ആക്ച്വലി കൂടിപ്പോയെന്ന് എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. ഞാൻ കടലിട്ടപ്പോൾ കൂടിപ്പോയി. സോക്ക് ചെയ്തിട്ട് വരുമ്പോൾ തന്നെ അത് വീർത്ത് വരുമ്പോൾ തന്നെ കുറേ ഉണ്ടായിരുന്നു. എന്നിട്ടത് വേസ്റ്റൊന്നും ആയില്ല. അച്ഛൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് കഴിച്ചു. പിന്നെ കുട്ടിക്ക് കടല വേണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് കടലയൊക്കെ കുറച്ച് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇതോടെ കഴിഞ്ഞു ഈ ഒരു വീഡിയോ. നമ്മുടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള നമുക്ക് 3 നേരത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതെല്ലാം സെറ്റാക്കിയിട്ട് എന്തായാലും 7 മണി കഴിയുമ്പോൾ തന്നെ നമ്മളെന്തായാലും ഫുഡ് കഴിച്ച് തീരണം. അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്ക് മുമ്പിലെങ്കിലും ഫുഡ് കഴിച്ച് തീരണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു സാലഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എത്ര ലേറ്റായിട്ട് കഴിക്കുകയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ഫൈബറും പ്രോട്ടീനും എല്ലാം ഫാറ്റും എല്ലാം കറക്റ്റായിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. അതുകൊണ്ട് ഇത് എന്തായാലും രാത്രി ഈ ഒരു സാലഡ് കഴിക്കുന്നതായിരിക്കും. കൂടുതൽ ഹെവി ആയിട്ട് ഫുഡൊന്നും രാത്രി കഴിക്കാതിരിക്കുക. സാലഡ് തന്നെ എന്തായാലും കഴിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ നേരത്തെ കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിൻ്റെ സ്റ്റാർട്ടിങ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ ഇനിയൊരു പുതിയ റെസിപ്പിയിലും അതേപോലെ തന്നെ പുതിയൊരു വീഡിയോയിലായിട്ട് നാളെ എന്തായാലും കാണാം. ബൈ.